നമസ്കാരം കൂട്ടുകാരെ. നമസ്കാരം. നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ, ഇന്നിപ്പോൾ ഓണമാണ്. ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓണമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണ്? ഓണം സദ്യയിൽ ഏറ്റവും ഇഷ്ടം എന്താണ്? ഇത് ഓണമായിട്ട് നമുക്ക് ഉണ്ണിയപ്പത്തിന്റെ ഒരു പ്രഥമൻ ഉണ്ടാക്കി തരികയാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇന്ന് നിങ്ങൾക്ക് ഒരു ഗസ്റ്റായിട്ട് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു വിശിഷ്ടമായ ഒരാളുണ്ട്. ആരാന്നറിയാമല്ലോ? അറിയാം. ഇനി നമുക്ക് വിളിക്കാം. വിളിക്ക്. ഇയാളെ എനിക്കറിയാലോ, കഴിഞ്ഞ അല്ലേ സീസൺ 1 മോളുടെ പേരെന്താണ്? അനന്യ. ഓക്കെ. ലാലേട്ടൻ്റെ കൂടെ ഓണത്തിന് നമുക്കൊരു പായസം ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് ചോദിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചോദിക്കാം. അതിനോടൊപ്പം ഇന്ന് നമുക്ക് ഉണ്ടാക്കേണ്ട എന്ത് പായസമാണ്? ഇന്ന് ഉണ്ണിയപ്പം പഴം പ്രഥമൻ. ഉണ്ണിയപ്പം പഴം പ്രധാനം. അതായത് ചില തിരുവനന്തപുരത്തൊക്കെ അമ്പലങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു പായസമാണ്. ശരി, അപ്പൊ അതുകൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് ഒരു പഞ്ചഗവ്യം പോലെ. പഞ്ചഗവ്യം പോലെ. അപ്പൊ കദളിപ്പഴവും ഉണ്ണിയപ്പം കൂടെ നെയ്ക്കകത്ത് വരട്ടി ശർക്കര പാവ് കാച്ചി ഒന്നാം പാലൊഴിച്ച് നെയ്ക്കകത്ത് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പൂടെ മൂപ്പിച്ചെടുക്കുന്ന ഒരു സിമ്പിൾ പായസമാണ്. അതെ, നമ്മൾ എന്തായാലും ലാലേട്ടൻ വന്നു. അപ്പൊ ലാലേട്ടൻ ഓണത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കും. നിങ്ങൾ എന്തെങ്കിലും സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടോ? പക്ഷെ എന്തായാലും ഇന്നത്തെ ദിവസം വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും കൊടുക്കണം. അപ്പൊ നിങ്ങൾക്കുള്ള ഒരു സമ്മാനം കൊടുക്കും. എന്താണ് കൊടുക്കാൻ പറ്റുക? എനിക്ക് പാട്ടോടുകൂടി നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇവര് പാടാൻ പാടും. പാടിക്കോളൂ. വെരി ഗുഡ്. കടുകിട്ട് വറുത്തൊരു കടക്കണ്ണു മടിച്ചെന്നെ കുടുക്കിട്ട് വലിക്കല്ലേ മിടുക്കി പെണ്ണെ, തിരിച്ചിട്ടും മറിച്ചിട്ടും ഗുണിച്ചിട്ടും ഹരിച്ചിട്ടും കുളിപ്പിച്ച് കിടത്തല്ലേ കുടുക്ക പെണ്ണെ, ദേ പെട പെട പെടക്കണ ആർട്ട്, നീ പിണങ്ങിയാലുടനെ അറ്റാക്ക്, കത്തിക്കയറുന്ന കണക്കുള്ള പോക്ക്, മത്തു പിടിച്ചിട്ട് കറങ്ങുന്ന വാക്ക്, കരിമ്പിന്റെ രസഗുള നീ തന്നെ, ഓ സുഖത്തിന്റെ സരിഗമ നീ തന്നെ. അടിപൊളി. പായസത്തിൽ നിന്ന് വേറെ ലെവലിലേക്ക് പോയി. അതെ, അടിപൊളിയായിട്ട്. ഇത് പായസം എപ്പോഴാണ് ഉണ്ടാക്കുന്നത്? പായസം ഉണ്ടാക്കാൻ തുടങ്ങാൻ പോവാണ്. പായസം ഉണ്ടാക്കാൻ തുടങ്ങാനായിട്ട് എന്തൊക്കെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ്? ആദ്യം നമ്മൾ നെയ്ക്കകത്ത് നെയ്യ് ചൂടാകുമ്പോൾ ഈ കദളിപ്പഴം, ചെറിയ പഴം, ഇനി കദളിപ്പഴം വേണമെന്നില്ല, അത് ഇല്ലെങ്കിൽ പാളയംകോടൻ അല്ലെങ്കിൽ പൂവമ്പഴം, ഏതെങ്കിലും പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ട് നെയ്ക്കകത്തൊന്ന് വരട്ടിയെടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ശർക്കര ഇങ്ങനെ പാവ് കാച്ചി വെച്ചിട്ടുണ്ട്, ഒന്നാം പാലെടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ചൗവരി വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉണ്ണിയപ്പം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചു. അതുകൂടാണ്ട് ചുക്കിന്റെ പൊടിയും ഏലക്ക പൊടിയാണ് ഇതിന്റെ മേമ്പൊടിയായിട്ട് ഇടുക. ആദ്യം ഈ പഴം ഇട്ട് നമ്മൾ വഴറ്റാൻ പോവാണ്. ഇവർക്ക് എന്തോ ചോദിക്കാനുണ്ട്. ഇവർക്ക് കുറെ കാര്യങ്ങൾ വന്നപ്പോൾ പോലും ഇങ്ങനെ ലാലേട്ടനെ ഇങ്ങനെ കാണുമ്പോൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഓരോ ചോദ്യങ്ങൾ. എന്താ മോൻ എന്താ ചോദിക്കുക? ശ്രീദർശൻ എന്താണ് ചോദിക്കാനുള്ളത്? ഞാൻ ഈ ഇടയ്ക്ക് ലാലേട്ടന്റെ അക്കരെ 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 എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിരുന്നേ. അതിലൊരു ഡയലോഗ് ഇല്ലേ ചേട്ടാ, ആ ഡയലോഗ് ഒന്നിട്ടെ. നീ എന്റെ ഓഫീസിൽ നിന്ന് എന്നോട് പറയാതെ പോകുന്നത്? നീ എന്തിനാ ലീവ് എടുത്തത്? നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ മുരിങ്ങയിലും പരിപ്പും ചേർത്തിട്ടുള്ള കറിയില്ല, അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മീൻ അവിയലും ഭയങ്കര മനോഹരമായിരിക്കും. കുളിച്ചു ഈ മീനവിയൽ എന്താ? അതിന്റെ റെസിപ്പി എന്താ? അത് സിനിമയ്ക്ക് വേണ്ടി പറയുന്നതാണ്, പക്ഷെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും. അത് ആക്ച്വലി ആ മീനവിയൽ എന്ന് കേട്ടപ്പോൾ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ അക്കരെ അക്കരെ എന്ന സിനിമയ്ക്കകത്ത് ശ്രീനിയേട്ടനുമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എല്ലാ മലയാളികൾക്കും അവിയൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മീനവിയൽ എന്ന് പറഞ്ഞാൽ അതൊരു തമാശയാണെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ ഉണക്കക്കൊഞ്ചൊക്കെ ഇട്ട് അവിയലൊക്കെ പണ്ട് കാലത്ത് ഉണ്ടാക്കാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നീടുള്ള ഇത് ഈ നമ്മുടെ എന്താണ് തമിഴ്നാട്ടിലെ മട്ടൻ സാമ്പാർ. അതെ, മട്ടൻ സാമ്പാർ എന്നൊക്കെ പോലെ മീനവിയൽ അത് വളരെ മലയാളികൾ എന്നും ഓർക്കുന്ന ഒരു ഡയലോഗും ആ ഒരു ഡിഷുമായി. അതിനുശേഷം ഇപ്പൊ ഇത് മത്തിയൊക്കെ ഗ്രില്ല് ചെയ്തിട്ട് അവിയലിനകത്ത് ചേർക്കുന്നുണ്ട്. ലാസ്റ്റ് പുതിയ ഫ്യൂഷൻ ആയിട്ട് നമ്മൾ പണ്ട് പറഞ്ഞാൽ ഇപ്പൊ അത് ഫ്യൂഷൻ ആയിട്ട് ഉപയോഗിക്കുന്നു അല്ലേ? അതെ, പക്ഷെ ഇതൊന്നും ആരും ഓണത്തിന് അങ്ങനെ കഴിക്കാറില്ല. വീടുകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ. ഇഷ്ടമാണോ മീൻ അവിയൽ ഉണ്ടാക്കി? വീട്ടിൽ പറ, ഉണ്ടാക്കി തരാം. ലാലേട്ടൻ, എനിക്കൊരു സംശയമുണ്ട്. മോൻ എന്താ സംശയം? ലാലേട്ടനും മമ്മൂക്ക അങ്കിളും കൂടെ അഭിനയിച്ച നാണയം എന്ന് പറഞ്ഞ സിനിമയില് നിങ്ങൾ രണ്ടുപേരും റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കറിയതില്ല. എനിക്കിത് പറയാൻ അറിഞ്ഞൂടാ. ചേട്ടാ ഓടി വന്നിട്ടേ. എന്താ വേണ്ടത്? ഗുൽഫാദി ഗുൽഫറുണ്ടോ? ഇല്ല. ജിഗോല ജിങ്കി? ഇല്ല. എൽമോണിഷ് ഫ്രൈ? ഇല്ല. ഓൺ ഫ്ലോർ കുക്കോൺസസ് ഉണ്ടോ? ഇല്ല. ഇതൊന്നുമില്ല. ഇല്ല. എങ്ങനെ ലൈം ജ്യൂസ് ഉണ്ടോ? 2 ലൈം ജ്യൂസ്. നിങ്ങൾ പറയുന്ന ഫുഡിന്റെ പേരെന്താ? അത് അങ്ങനെ ഉണ്ടോ? എനിക്ക് മനസ്സിലായില്ല, ഒന്ന് പറഞ്ഞുതരൂ. അങ്ങനെ ഒരു ഡിഷ് ഒന്നുമില്ല, അതൊക്കെ ചുമ്മാ ആളുകളെ കളിയാക്കാൻ മതി. ഇതില് ഇപ്പൊ ഞാൻ പറയണേ കുറച്ച് ആസ്പിസിനായിട്ട്. അതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അങ്ങനെ ആസ്പിസിനോ സാധനം ഇല്ലല്ലോ. അപ്പൊ അത് വെറുതെ തമാശക്ക് പറയുന്നതാണ്. നിങ്ങൾക്ക് അത് അങ്ങനെ 2-3 ഡിഷിന്റെ പേര് പറഞ്ഞേ. എന്താണ് ലാലേട്ട, എനിക്കൊരു ചോദ്യമുണ്ട്. ഈ ഉപ്പുമാവിന്റെ ഇംഗ്ലീഷ് എന്താ? സോൾട്ട് മാംഗോ ട്രീ എന്നുള്ളത്. ശരിക്കും അത് ഉപ്പുമാവല്ലേ? അപ്പൊ അതെങ്ങനെയാ സോൾട്ട് മാംഗോ ട്രീ ആയി? അത് ഇതൊക്കെ തമാശയല്ലേ? ഉപ്പുമാവ്
എന്ന് പറയുന്ന സോൾട്ട് മാംഗോ ട്രീ അല്ലേ മാവെന്നല്ലേ നമ്മൾ പറയുന്നത്. ശരിക്കും അതല്ലേ സെൻസ്? അല്ല അത് ഒരു നോൺ സെൻസ് ആണ്. കാര്യം എന്താ പറഞ്ഞാലും ആ സിനിമയിൽ ഇപ്പം ആ സാൾട്ട് മാംഗോ ട്രീ എന്ന് പറഞ്ഞ ആ ഒരു ഡയലോഗ് വന്നതിന് ശേഷം മിനിമം 27 റെസ്റ്റോറൻ്റ് ആണ് ഇപ്പം ഞാൻ അതിനെ സെർച്ച് ചെയ്ത് നോക്കി. കേരള റെസ്റ്റോറൻറ്റിന്റെ പേര് അതിനുശേഷം സാൾട്ട് മാംഗോ ട്രീ എന്നുള്ള ബാംഗ്ലൂർ റെസ്റ്റോറൻറ്റ് ഉണ്ട്, ലണ്ടനിലുണ്ട്, വേറെ പല സ്ഥലങ്ങളിലും സാൾട്ട് മാംഗോ ട്രീ എന്ന് പറഞ്ഞുള്ള കേരള റെസ്റ്റോറൻറ്റ് ഉണ്ടായി. ഇതേപോലെ അപ്പൊ മീനവിയല്, സാൾട്ട് മാംഗോ ട്രീ അങ്ങനെയൊക്കെ ചേട്ടന്റെ സിനിമയിലെ ഡയലോഗുകൾ ഇല്ലില്ല നെയ്ക്കകത്ത് ഇങ്ങനെ വരണ്ടിങ്ങനെ വരും. ആ സിനിമയില് അങ്ങനെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പഠിക്കാതെ അയാള് ഒരു മാസ്റ്ററാവാണ്. കണ്ട ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതെ. അപ്പൊ അയാൾക്ക് അത് പറയാൻ അറിഞ്ഞൂടാ. ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാ. ഉപ്പുമാവിന് ഇംഗ്ലീഷ് വാക്കുണ്ടോ? ഇല്ല സാർ, ഉപ്പുമാവിന് അതിന്റെ ഒരു ഇംഗ്ലീഷ് വേർഡായിട്ട് ഇങ്ങനെ വന്നിട്ടില്ല. എല്ലാവരും ഇങ്ങനെ സോൾട്ട് മാംഗോ ഉപ്പുമാന്നാണ് എന്റെ പറയുന്നത്. അത് മാവായിട്ട് മലയാളികൾ ഇങ്ങനെ നമ്മൾ എഴുതുമ്പോ ഉപ്മാ. അതെ. ഇനി നിവേദിക്ക് എന്താണ് പറയാനുള്ളത് പറയൂ. അതെ ഷെഫ് അങ്കിളെ, എന്റെ അടുത്താണോ? ചേട്ടന്റെ പറഞ്ഞോ. അടുത്ത മാസം എന്റെ ബർത്ത്ഡേ ആ. ഒയ്യോ, അപ്പൊ ഇപ്പൊ അഡ്വാൻസ് ആയിട്ട് ഇപ്പൊ തന്നെ ബർത്ത്ഡേ വിഷസ് ഹാപ്പി ബർത്ത്ഡേ. അപ്പം എനിക്ക് ബർത്ത്ഡേ ആയിട്ട് ഉണ്ണിമധുരം ഉണ്ടാക്കി തരുമോ? ഉണ്ണിമധുരോ? അതെ, അതെങ്കിൽ നമുക്ക് ലാലേട്ടനോട് തന്നെ സിനിമയിലെ ഒരു വാക്കല്ലേ ഓടി വന്നിട്ട് ഉണ്ണിമധുരം. ആ ബർത്ത്ഡേ സ്പെഷ്യൽ ഉണ്ടല്ലോ അത് അത് എരിശ്ശേരി. അയ്യോ ഞാനല്ല, ഉണ്ണി പറ്റിച്ച പണിയാ. എന്തായാലും നന്നായിരിക്കുന്നു, റിയലി ഡെലീഷ്യസ്. ഈ ഉണ്ണിയപ്പം പോലെ ഒരു ഉണ്ണിമധുരം. ഉണ്ണിമധുരം. ഇനി ആർക്കാ ഉണ്ണിമധുരം വേണ്ടത്? അതാ ഉണ്ടാക്കുന്ന. ഇതേത് സിനിമയിലാണെന്നറിയോ? ഏറ്റവും അധികം ആൾക്കാർ കേട്ട സിനിമയിലെ പാട്ട് ലാലേട്ടന്റെ ഇത് പവിത്രം. ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന ആളായിട്ടാണ് ഞാൻ. അതെ, ശരിക്കും ഇതിപ്പോ ഒരു ഉണ്ണിമധുരാണ്. ഇതിൽ കുറച്ച് ഏലക്ക ഗ്രാമ്പു ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അല്ലേ? അതെ. ഇനി ആർക്കാണ്? അനന്യ വരൂ. ലാലേട്ടനോട് എനിക്കൊരു ചോദ്യം ചോദിക്കണം. ലാലേട്ടൻ കുഞ്ഞില് സ്കൂളിൽ പോയപ്പോ ലാലേട്ടൻ ടിഫിനില് ചോറ് കൊണ്ടുപോകാറുണ്ടായിരുന്നു. പിന്നെന്താ, ടിഫിനൊക്കെ അന്നില്ല. നിങ്ങളുടെ ടൈമിലാണ് ടിഫിൻ. അപ്പൊ അനന്യയുടെ ചോദ്യം ഇതാണ്. ലാലേട്ടനോട് എൻ്റെ അടുത്ത് ആദ്യം ഇത് ചോദിച്ചു. അപ്പം മലയാളം അത്ര കറക്റ്റായിട്ട് എഴുതത്തില്ല, ബാംഗ്ലൂരിൽ നിന്നാണ്. അപ്പൊ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ലാലേട്ടൻ ഏത് സമയത്ത് വീട്ടിൽ അമ്മ എന്തായാലും ടിഫിനകത്ത് ഭക്ഷണം ഉണ്ടായിക്കൊണ്ട് പോയി കാണുമല്ലോ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, അതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കറി. അപ്പൊ ഇവരുടെയൊക്കെ വിചാരം ഇപ്പൊ നൂഡിൽസ്, മന്തി അല്ലെങ്കിൽ ഷവർമ, സാൻഡ്വിച്ച് ഒക്കെയാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അത് ഇലയില് കുറച്ച് ചോറോ അല്ലെങ്കിൽ അല്ലെ രാവിലത്തെ എന്തെങ്കിലും അതൊക്കെ വെച്ചിട്ടാണ് പോണേ. അത് ഇലയൊക്കെ ഒരു പേപ്പറൊക്കെ മടക്കി അല്ലെങ്കിൽ പിന്നെ ഭക്ഷണം കൊടുത്തയക്കുമായിരുന്നു. കൊടുത്തു വിടും. ലാലേട്ടന്റെ ഫേവറേറ്റ് കറി ഏതായിരുന്നു അതിനെ കൂടെ കഴിക്കാൻ? എനിക്കോ? ലാലേട്ടന്റെ ഫേവറേറ്റ് കറി സ്കൂളിൽ പഠിച്ചപ്പം വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിട്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്മ കൊടുത്തയക്കുന്ന എല്ലാ കറികളും ഇഷ്ടം. അങ്ങനെ ഫേവറേറ്റ് കറിയുന്നില്ല, എല്ലാം നന്നായിട്ട് ഉണ്ടാക്കുന്ന കറികളൊക്കെ. ഓരോ ദിവസം ഓരോ ടേസ്റ്റ് അല്ലേ നമുക്ക്. അങ്ങനെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, ചമ്മന്തിയാണോ? ചമ്മന്തി എന്ന് പറയാം. ചോറിനകത്ത് കൊടുത്ത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. സാമ്പാർ ഇഷ്ടമാണ്. പിന്നെ എൻ്റെ മദർ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളായിരുന്നു, എൻ്റെ ഗ്രാൻഡ് മദർ. അപ്പോൾ അവരുണ്ടാക്കുന്ന എല്ലാം നമുക്ക് ഇഷ്ടമാണ്. നമ്മളുടെ ഫേവറേറ്റ് നീർദോശ ആണോ? ഈ ദോശ എന്ന് പറയാൻ ചേട്ടൻ എനിക്കത് നേരിട്ട് എപ്പോഴെങ്കിലും ചോദിക്കണം എന്ന് വിചാരിച്ചാണ്. പണ്ട് ഒരിക്കൽ ഞാനും ഇങ്ങനെ 10ാം ക്ലാസ്സിലും അങ്ങോട്ട് പഠിക്കുന്ന സമയത്താണ് വാരികയിൽ ചേട്ടൻ്റെ ദീർഘമായ ഒരു ഇതുണ്ട്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയുമ്പോൾ രാവിലെ നേർത്ത ദോശ, നമ്മുടെ നാടൻ ദോശ വളരെ നൈസായിട്ട് ചുട്ടിട്ട് തേങ്ങാ ചമ്മന്തിയും കുറച്ച് സാമ്പാറൊക്കെ തന്നാൽ ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നീർദോശ എന്ന് പെട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആ ഒരു നീർദോശ എനിക്ക് ഇഷ്ടമാണ്. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറ് നീർദോശയും കുറച്ച് അതിൻ്റെ കൂടെ ചില നോൺ വെജിറ്റേറിയനും കഴിക്കും, ചിക്കൻ കറി. ഇയാൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ്? എനിക്ക് സദ്യ. സദ്യയാണെന്ന് കണ്ടോ? മോനോ? ബിരിയാണി. കോഴിക്കോടുകാരനാണ്. അപ്പൊ പിന്നെ ബിരിയാണി ആദ്യം പറഞ്ഞില്ലെങ്കിൽ ഒരു കോഴിക്കോടുകാരൻ ആദ്യം തന്നെ ബിരിയാണി ആയിരിക്കും നാവിൽ വരിക. വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കി കഴിക്കണോ പോയി കഴിക്കണോ? അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി ഇഷ്ടമാണ്. ചിക്കനോ മട്ടനോ? ഇതിൽ ആരെങ്കിലും കുക്ക് ചെയ്യുന്നവരുണ്ടോ? ഇല്ല. ഇതിലാരെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടോ? ആണോ? എന്തുണ്ടാക്കും? എന്റെ ഫേവറേറ്റ് ഒരു യൂണിവേഴ്സൽ ഫുഡ് ഐറ്റമാണ് പാസ്ത. ആ ഇടയ്ക്ക് ഉണ്ടാക്കും എന്റെ അമ്മേന്റെ കൂടെ. എനിക്ക് സാമ്പാർ കുറച്ച് ഉണ്ടാക്കാൻ അറിയാം. കുറച്ച് സാമ്പാർ ഉണ്ടാക്കാൻ കുറച്ച് ബേസിക്സ് അറിയാം. ആണോ? വെരി ഗുഡ്. നോക്കാം. എനിക്ക് ഓംപ്ലേറ്റ് ആക്കാൻ അറിയാം. ലോകത്ത് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് ഓംലേറ്റ് ഉണ്ടാക്കാൻ. ഏറ്റവും പ്രയാസമാണ് സാധാരണ. എനിക്ക് തോന്നുന്ന ഷെഫ് അവര് പുതുതായിട്ട് ആൾക്കാർ വന്ന ഒരു ഓംലേറ്റ് ഉണ്ടാക്കാൻ പറയും അല്ലേ? അതിന്റെ കുക്കിംഗ് ടൈം, അതിന്റെ ടെക്സ്ചർ ഒക്കെ വളരെ പ്രധാനമല്ലേ? തീർച്ചയായിട്ടും. പിന്നെ പൊറോട്ടയും അടിക്കാനറിയാം. ഓക്കെ, ഇത് നമ്മുടെ പായസം ഏകദേശം റെഡിയായി. വെരി ഗുഡ്. ഇനി നെയ്ക്കകത്തൊന്ന് താളിക്കുകയാണ് നമ്മൾ. ഒരു നുള്ളു ചുക്കുപൊടി,
അങ്ങനെ സ്നേഹത്തോടെ വാരി വിതറുക. ദൈവമേ, എല്ലാവരും പ്രാർത്ഥിച്ചാൽ അല്ലേ? അതെ 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 അതെ. ഇത്ര വിട്ടാ മതി അല്ലേ? മതി മതി. ഇത്തിരി ഏലക്കപ്പൊടി. ചുക്ക് എന്തിന് അല്ലേ? അതെ, ചുക്ക് ചുക്ക് അധികം വേണ്ട. എല്ലാം പറയില്ലേ നമ്മൾ? അതെ. ദൈവമേ നന്നായിരിക്കണം. ഞാൻ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കും. അത് ശരിക്കും എപ്പോഴും ഒരു പഴയ കാലത്തെ ഒരു പാചകത്തിനൊക്കെ മുമ്പ് കല്യാണങ്ങൾക്കൊക്കെ വലിയ 1000 പേർക്ക് 2000 പേർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നവരൊക്കെ വന്ന് ആദ്യം തന്നെ വന്ന് അവരുടെ വീട്ടുകാർ ഉൾപ്പെടെ ഒരു ഇലക്കകത്ത് ഗണപതിക്ക് വെക്കും. കുറച്ച് ഇത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞു, ഒരു 1 ചാൻസേ ഉള്ളൂ. അപ്പൊ ഗണപതിക്ക് വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് അടുപ്പ് കത്തിക്കാൻ. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഉണ്ണിയപ്പം കദളിപ്പഴം പ്രഥമനാണ്. അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ലാലേട്ടനാണ് ഇതിന്റെ അവസാനത്തെ മേമ്പടിയായിട്ട് ചുക്കുപൊടിയും ഏലക്കപ്പൊടിയും ഇട്ടത്. ചേട്ടാ, അപ്പം ചേട്ടൻ തന്നെ ഈ കുട്ടിയൊക്കെ നമ്മുടെ ഒരു ഓണ സമ്മാനമായിട്ട് അവർ ഇത്രയും നല്ല മനോഹരമായിട്ട് പാട്ടൊക്കെ പാടി സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പൊ അത് ചേട്ടൻ തന്നെ കൊടുക്കാം. ആർക്ക് കൊടുക്കണം ആദ്യം? ബർത്ത്ഡേക്കുള്ള ഫ്രണ്ടിലോട്ട് വരൂ വരൂ വരൂ. കഴിച്ചു നോക്കി. താങ്ക്സ്. അവിടെ എന്തായാലും ഇത് കണ്ടോ, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്. ഉണ്ണിയപ്പം വേണം. ഉണ്ണിയപ്പം, ഒരു ചെറിയ ഉണ്ണിയപ്പം കഴിച്ചോട്ടെ. ലിപ്സ്റ്റിക്ക് പോവോ? ഓക്കെ, നമ്മുടെ നീർദോശയ്ക്ക് കൊടുക്കാൻ കുറച്ച്. പിള്ളേരുടെ തന്നെ ഞാനും കുറച്ച്. അതെ. ഷെഫിലേക്ക് ടേസ്റ്റ് നോക്കണം. താങ്ക് യു. ഭയങ്കരം, വളരെ നന്നായിട്ടുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയത് ഭയങ്കരം എന്ന് പറയാണ്. അടുത്ത മത്സരം നടക്കുവാണ്. അപ്പൊ ഈ മത്സരത്തിനകത്ത് ടോപ്പ് സിംഗറിലെ എല്ലാവർക്കും നമ്മളൊരു വലിയ വിജയാശംസകൾ നേരുകയാണ്. തീർച്ചയായിട്ടും. അതിനോടൊപ്പം എല്ലാ പ്രേക്ഷകർക്കും ഗംഭീരമായൊരു ഓണാശംസകൾ നേരുകയാണ്. അപ്പൊ ലാലേട്ട, ഒരു ഓണാശംസകൾ എല്ലാവർക്കും. എന്താണ്? ഉണ്ണിയപ്പം കദളി പ്രഥമൻ കഴിച്ചുകൊണ്ടുള്ള ഒരു നല്ല ഒരു സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെ ഒരു ഓണാശംസകൾ എല്ലാവർക്കും. ഗംഭീരമായിട്ടുണ്ടോ കേട്ടോ? പായസം അതിഗംഭീരം അല്ലേ? താങ്ക് യു. വെരി ഗുഡ്. അപ്പൊ നമുക്കിനി അതൊരു ഡിഷ് ആക്കിയിട്ട് റെസ്റ്റോറന്റിൽ എന്തായാലും ഈ ഉണ്ണിയപ്പം, ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ണിയപ്പം തേൻമുട്ടായി ഫലൂഡ എന്ന് പറഞ്ഞൊരു ഡിഷ് ഉണ്ട്. അപ്പൊ അതിന്റെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു പായസം ഓണത്തിന് വന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരുടെയും ഈ ഓണത്തിന്റെ സമയമാണ്. ഈ പ്രഥമൻ ഉണ്ടാക്കി കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവരും കൊടുക്കണം. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും വളരെ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഒരു ഓണാശംസകൾ നേരുകയാണ്. എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറഞ്ഞു. താങ്ക് യു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. എല്ലാ സാറിനും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.